ഇന്നൊരു പുതിയൊരു ഇൻസ്റ്റാളേഷനായിട്ട് വന്നതാണ്. ഇവിടെ 4 5 MB HD ക്യാമറ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. സ്നൈപ്പർ എന്നുള്ള ബ്രാൻഡാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ബാംഗ്ലൂർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് 5 മെഗാ പിക്സലിൻ്റെ ഫുള്ളി 5 മെഗാ സപ്പോർട്ട് ചെയ്യുന്ന ഒരു DVR ആണ്. 4 ചാനൽ DVR ആണ്. ക്യാമറ ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഇതും സ്നൈപ്പർ എന്ന ബ്രാൻഡിൻ്റെ ഒരു ക്യാമറയാണ്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ. ഇതാണ് ക്യാമറ. സ്നൈപ്പർ HD ക്യാമറ 5 മെഗാ പിക്സലാണ്. വിത്ത് മൈക്ക് ഉണ്ട്, ഹൈബ്രിഡ് ലൈറ്റ് ഉണ്ട്. അങ്ങനെ വരുന്നൊരു ക്യാമറയാണ് കേട്ടോ. കാണാൻ കുഴപ്പമില്ല, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡലാണ്. വെർത്ത് ഓഫ് മണി, വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാം. ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കണ്ട പൈപ്പൊക്കെ ഇതുപോലെ അടിച്ചു പോയിട്ടുണ്ട്, വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പക്ഷേ വീട് നിറച്ച് നമുക്കൊരു 4 ക്യാമറ അല്ല, ഒരു 5-6 ക്യാമറയ്ക്കുള്ള സ്ഥലമുണ്ട്. പക്ഷേ കസ്റ്റമറുടെ പ്രകാരം നമുക്ക് 4 ക്യാമറ വെക്കുന്നുണ്ട്. കണ്ടോ, ക്യാമറ പുള്ളി ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 5x5 ബോക്സാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇനി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവിടെ ഡോം ക്യാമറ. ഇത് കാണാൻ നല്ല കുഴപ്പമില്ല കേട്ടോ. ഇത് സ്പീക്കർ വെക്കാനുള്ളൊരു ഹോളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കളറൊക്കെ ആയിട്ട്, റെയിൻബോ കളറൊക്കെ ആയിട്ട് നല്ല കാണാം, ഒരു ഭംഗിയുള്ള ഒരു ഹൗസിംഗ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കും, ഇത് എവിടെയും കേൾക്കാത്ത ബ്രാൻഡാണല്ലോ, കുറഞ്ഞാണല്ലോ, ഇത് ക്വാളിറ്റി ഇല്ല, അങ്ങനെയൊന്നും ചിന്തിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം ലോകത്തിലെ എല്ലാ ബ്രാൻഡുകളും ഇന്ത്യയിലെ എല്ലാ ബ്രാൻഡുകളും ഒരുവിധം വരുന്നത് ചൈനീസ് അസംബ്ലിംഗ് ആണ്. അപ്പോൾ ക്യാമറയുടെ എല്ലായിടത്തും വരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇക്യൂഷൻ എന്നുള്ള ബ്രാൻഡ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെയാണ്. CP+ ഇന്ത്യയിലാണ്. പക്ഷേ അവർ ദഹ്വ എന്നുള്ളൊരു കമ്പനീൻ്റെ പാരൻ്റായിരുന്നു. ഇപ്പോൾ അവർ ഓൺ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. STQC ബ്രാൻഡുകളൊക്കെ വന്നതിന് ശേഷം പല കമ്പനി ഇന്ത്യയിൽ തന്നെ മേക്ക് ചെയ്ത് സെർവറൊക്കെ ഇന്ത്യയിൽ തന്നെ ആക്കുന്നുണ്ട്. അതിനൊരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിയും. ഒരുപാട് പ്രശ്നങ്ങൾ STQC ക്യാമറകൾക്ക് ഞങ്ങളെല്ലാവരും ഫേസ് ചെയ്യണം. അതിന് ഫ്രെയിം വാർ അപ്ഡേഷൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ NVR അതിന് വന്നിട്ടുണ്ടായിരിക്കില്ല. അതിനൊരുപാട് മോഡൽസ് ഇല്ല, ലെൻസ് വേരിയൻസ് ഇല്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ STQC മോഡലുകൾക്കുണ്ട്. പക്ഷേ ഭാവിയിൽ അതെല്ലാം ക്ലിയർ ആവും. അപ്പോൾ HD ക്യാമറയ്ക്ക് STQCൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. HD ക്യാമറ നമ്മൾ ഇതേപോലെ തന്നെ ഇവർ തായ്വാനിൽ നിന്ന് ചിപ്സെറ്റ്, ചൈനയിൽ നിന്നായിരിക്കില്ല, തായ്വാനിൽ നിന്ന് ചിപ്സെറ്റ് എല്ലാം വാങ്ങി ഇവിടെ അസംബിൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാൻഡ് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ചിലതൊക്കെ മോശമായിട്ടുള്ളതുണ്ട്, അപ്പോൾ ചിലത് നല്ലതായിരിക്കും. അപ്പോൾ ഇവരൊരു 10-20 വർഷമായിട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇവരുടെ ക്യാമറ 2-3 നാൾ ഞാൻ സാമ്പിൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഒരു കസ്റ്റമർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവരെ ആഫ്റ്റർ സർവീസൊക്കെ കറക്റ്റായിരിക്കണം, അതെല്ലാം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ കാര്യം കൂടിയും പറഞ്ഞുതരാം. ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ 5-6 ക്യാമറയ്ക്കുള്ള ഒരു സ്പോട്ടുള്ള വീടാണ്. ഒരുപാട് ഷേപ്പൊക്കെ വ്യത്യാസമുള്ള വീടാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം കിട്ടും. പക്ഷേ ഞങ്ങളത് കൊടുത്തില്ല. എന്ത് ചെയ്തതെന്നറിയോ? ഇവിടെ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ 5 MB ആണെങ്കിൽ പോലും പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ ഫേസ് കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ ഒരാൾ ഈ സിറ്റ് ഔട്ടിൽ കയറി നിന്നിട്ട് ബെല്ലടിക്കുകയാണെന്ന് വെച്ചാൽ കൃത്യം ഫേസ് കാണാൻ വേണ്ടി, പിന്നെ ഗേറ്റിൽ നിന്ന് വരുന്ന ഒരാളുടെ ഫേസ് ആൾ കൃത്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ക്യാമറ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇട്ട് ക്യാമറ പ്ലേസ് ചെയ്യാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അതിനാണ് ഈ ഡോം ക്യാമറ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാമറ വയ്ക്കുന്നുണ്ട് കസ്റ്റമർ കൃത്യമായിട്ട് ഇവർ സംസാരിക്കുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കാനും പറ്റും. ഒരാളുടെ ഫേസ് ഡോറിൽ ബെല്ലടിക്കുന്ന ആളെ കാണാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻസ് കസ്റ്റമർക്ക് ഉപകാരപ്രദമായിട്ടുള്ള മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ വെക്കുകയാണെങ്കിൽ മൊത്തം കാണും, ഈ മൊത്തം മുറ്റം കാണും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാനത് ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വീഡിയോ വിഷ്വൽസിലേക്കൊന്ന് പോവാം. ആ ക്യാമറേൻ്റെ ക്ലാരിറ്റി നോക്കിയോളൂ. ഒന്ന് ഫുൾ സ്ക്രീൻ ആയിക്കടാ. കണ്ടോ, നല്ല ക്ലാരിറ്റിയാണ്. അതിൽ നമുക്ക് വെഹിക്കിൾ നമ്പർ അടക്കം കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 5 MB ആണ്, ഫുൾ കളർ വിത്ത് മൈക്കിൾ ക്യാമറ. നെക്സ്റ്റ് ക്യാമറ എടുത്ത് ഇതൊരു സൈഡാണ്. ഈ സൈഡിൽ ഒരു ബൾബ് ഇട്ടുണ്ട് കേട്ടോ, അതേട്ടോ. കണ്ടോ, അടുത്ത ക്യാമറ ഇട്ടേ. കണ്ടോ, ഇതിപ്പോൾ വൈകുന്നേരം ഒരു 6 മണി ആ സമയമായിട്ടുണ്ട്. ആ സമയത്തുള്ള വ്യൂ ആണ്. അത്യാവശ്യം പുറത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, സൺലൈറ്റ് നല്ല രീതിയിൽ കുറവാണ്. എങ്കിൽ പോലും ക്ലാരിറ്റി ഉണ്ട്. കാണുമ്പോൾ നമുക്കൊരു ഉച്ച സമയം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ല ക്ലാരിറ്റി ഇതിലുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്യാമറയുടെ വിശേഷം.
താങ്ക് യു. നമുക്കിവിടെ പുറത്തത്തെ ലൈറ്റ് കണ്ടീഷൻ ഇതാട്ടോ. നിങ്ങളിപ്പോൾ ക്യാമറയിൽ കണ്ടില്ലേ ആ വെളിച്ചം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ ക്ലാരിറ്റി. ലൈറ്റ് കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. ഈ സമയത്താണ് നമ്മൾ ആ ക്യാമറയിൽ നിങ്ങൾക്ക് പകൽ പോലെ കണ്ടത്.